Dear students, welcome to the next video lecture on circuits and networks. I am Deepak Vidya from Vidya Academy of Science and Technology. Today we will be discussing a problem related to series RLC circuit. So നമുക്ക് series RLCയുടെ ഈ പ്രോബ്ലം ഒന്ന് ചെയ്യാൻ നോക്കാം. In the network shown, the switch is closed at t is equal to 0. Obtain the expression for current I of t ആണ് കേട്ടോ. Current I of t for t greater than or equal to 0. So that is the question. നമുക്ക് I of tയുടെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. I of t എന്തായിരിക്കും for t greater than or equal to 0. സോ അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് സീരീസ് ആർ എൽ സിയുടെ പ്രോബ്ലംസ് നമ്മൾ ഡെറിവേഷൻ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ആദ്യം കെ വി എൽ ഇക്വേഷൻ എഴുതുക, അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക, ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തിട്ട് ഐ ഓഫ് എസ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഇൻവേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ ഐ ഓഫ് ടി ആയി. ഇതേ പ്രൊസീജിയർ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് ഉള്ള മാർക്കിനനുസരിച്ച്, നിങ്ങളുടെ മാർക്ക് എത്രയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാർക്ക്, ആ മാർക്കിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വേഗം സൊല്യൂഷൻസിലേക്ക് എത്താൻ പറ്റും. സോ ആ ഒരു മെത്തേഡ് എങ്ങനെ വേഗം ആൻസറിലേക്ക് എത്താം എന്നുള്ള കാര്യമാണ് ഞാൻ ആദ്യം മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഒന്നെങ്കിൽ നമുക്ക് നല്ല മാർക്ക്, ഒരു 10 മാർക്കൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ നമ്മൾ എന്ത് എഴുതേണ്ടി വരും, കെ വി എൽ ഇക്വേഷൻ എഴുതുക. കെ വി എൽ ഇക്വേഷൻ നമ്മൾ നോർമലി ഡെറിവേഷനിൽ എടുക്കുന്ന പോലെ തന്നെ 20 വിൽ ബി ഈക്വൽ ടു ഐ ഓഫ് ടി ഇൻറ്റു ആർ പ്ലസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി പ്ലസ് 1/c ഇൻ്റഗ്രൽ ഐ ഡി ടി. കെ വി എൽ ഇക്വേഷൻ എഴുതി, അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു. അപ്പോൾ നമ്മൾ ഡെറിവേഷനിൽ ചെയ്ത പോലെ തന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തിട്ട് ഐ ഓഫ് എസ് കണ്ടുപിടിക്കുക. ഐ ഓഫ് എസ് കിട്ടിയിട്ട് അതിൻ്റെ ഇൻവേഴ്സ് നമ്മുടെ ഡെറിവേഷനിൽ ചെയ്യുന്ന അതേ സ്റ്റെപ്പ് തന്നെ. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആറും എല്ലും സിയും ആയിട്ട് തന്നെ എടുത്താൽ മതി. അവസാനം മാത്രം ആ ഡെറിവേഷനിലെ അവസാനത്തെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഐ ഓഫ് ടിയുടെ റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ടിൽ ആറിനും എല്ലിനും സിക്കും ഒക്കെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. ഓക്കെ, അപ്പോൾ ഡെറിവേഷൻ തന്നെയാണ് നിങ്ങൾ അതിൽ എഴുതേണ്ട ഏറ്റവും അവസാനം കറണ്ടിൻ്റെ ഇക്വേഷൻ. ഇനി ആ കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാമെങ്കിൽ, കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർ എൽ സി സർക്യൂട്ടിൻ്റെ ഡെറിവേഷൻ്റെ റിസൾട്ട്, ഇതൊക്കെയാണ് നമ്മുടെ റിസൾട്ടുകൾ എന്ന് പറയുന്നത്. നമുക്ക് 3 ടൈപ്പ് റെസ്പോൺസുകൾ ആർ എൽ സി സർക്യൂട്ടിൽ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 3 ടൈപ്പ് ആവാം. ഈ വോൾട്ടേജ് ആണെങ്കിലും കറണ്ട് ആണെങ്കിലും. ഓക്കെ, ഈ വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ പഠിക്കുകയാണ് എപ്പോഴും നല്ലത്. ആർ എൽ സി സീരീസ് സർക്യൂട്ടിലാണ് വെച്ചാൽ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, കറണ്ട് കണ്ടുപിടിക്കാം. കറണ്ട് ത്രൂ കപ്പാസിറ്റർ വിൽ ബി ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ബൈ ഡി ടി ആണ്. അപ്പോൾ വി സി ഓഫ് ടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സി ഇൻറ്റു ഡി വി ബൈ ഡി ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഐ ഓഫ് ടി കിട്ടും. സോ ആ മെത്തേഡാണ് ഞാൻ ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്താണ്, കെ വി എൽ നേരത്തെ ഇക്വേഷൻ പോലെ തന്നെ വേണമെങ്കിൽ ഈ വി സി ഓഫ് ടിയുടെ ഡെറിവേഷൻ, വി സി ഓഫ് എസിൻ്റെ ഇക്വേഷൻ എഴുതുക. വി സി ഓഫ് എസിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുക, വി സി ഓഫ് ടിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ആ വി സി ഓഫ് ടിയിൽ നിന്ന് നമുക്ക് എന്തിലേക്ക് എത്താം, ഐ സി ഓഫ് ടിയിലേക്ക് എത്താം. ഇനി മാർക്ക് വളരെ കുറവാണ്, ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ റിസൾട്ടുകൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്താലും മതി. ഓക്കെ, ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഏത് ടൈപ്പ് സിസ്റ്റം ആണെന്നാണ്. സപ്പോസ് ആൽഫ ഈസ് ഈക്വൽ ടു ഒമേഗ എൻ, ദ സിസ്റ്റം വിൽ ബി ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം ഫോർ വിച്ച് വി സി ഓഫ് ടി ഈസ് വി എസ് പ്ലസ് ഇ റേസ് ടു മൈനസ് ആൽഫ ടി ഇൻറ്റു A1 പ്ലസ് A2 ഇൻറ്റു ടി. അപ്പോൾ ഈ ഇക്വേഷൻസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ ഇക്വേഷനിലത്തെ ഓരോ ടേമുകളാണ്. ആ ടേമുകൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. എന്നിട്ട് വി സി ഓഫ് ടി കണ്ടുപിടിക്കാം. സോ ആൽഫ ഗ്രേറ്റർ ദാൻ ഒമേഗ എൻ ആണെങ്കിൽ വി സി ഓഫ് ടി ഇതായിരിക്കും, ആൽഫ ലെസ് ദാൻ ഒമേഗ എൻ ആണെങ്കിൽ വി സി ഓഫ് ടി ഇതായിരിക്കും. സോ ഇതിനെ ബേസ് ചെയ്തിട്ട്, ഞാൻ ഈ ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻ. സോ ഇൻ ദ നെറ്റ്വർക്ക് ദ സ്വിച്ച് ഈസ് ക്ലോസ്ഡ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ഐ ഓഫ് ടി ആണ്. സോ കറണ്ട് കണ്ടുപിടിക്കണം. സോ ആദ്യം ഞാൻ ഇതിൻ്റെ സിസ്റ്റം ആൽഫ കണ്ടുപിടിക്കുക. R/2L ആണ് ആൽഫയുടെ ഫോർമുല. ഒമേഗ എന്നും സിസ്റ്റത്തിൻ്റെ കണ്ടുപിടിക്കുക. ഇത് രണ്ടും നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ, ആൽഫയും ഒമേഗ എന്നും ഇവാലുവേറ്റ് ചെയ്താൽ, ഒമേഗ എൻ 1/√LC ആണ്, ഇത് രണ്ടും ഇവാലുവേറ്റ് ചെയ്താൽ നമുക്കറിയാം സിസ്റ്റം ഓവർ ഡാംഡ് ആണോ അണ്ടർ ഡാംഡ് ആണോ അതോ ക്രിട്ടിക്കലി ഡാംഡ് ആണോ എന്നുള്ളത്. സോ ഇതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഫൈൻഡ് ദ ടൈപ്പ് ഓഫ് ദി സിസ്റ്റം. ആർ എൽ സി ഇപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. ഇപ്പോൾ ആൽഫ കണ്ടുപിടിച്ചു, ഒമേഗ എൻ കണ്ടുപിടിച്ചു. ആൽഫ ഈസ് ഈക്വൽ ടു 4.5 ആൻഡ് ഒമേഗ എൻ ഈസ് ഈക്വൽ ടു 4.47. അപ്പോൾ ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. ദ സിസ്റ്റം ഈസ് ഓവർ ഡാംഡ് എന്ന് പറയാം. ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ സിസ്റ്റം ആയിട്ട് എടുക്കാം.
ഗ്രേറ്റർ ദാൻ ഒമേഗ എൻ ആയിട്ട് എടുക്കാം. സോ ഓവർ ഡാംഡ് സിസ്റ്റം ആയിരിക്കും. സോ ദ റെസ്പോൺസ് ഓവർ ഡാംഡ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇവിടെ ഇവിടെ ഓവർ ഡാംഡ് സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് എന്താണ്? ജനറൽ ഫോം എന്ന് പറയുന്നത് ഇതാണ്. വി സി ഓഫ് ടി വിൽ ബി ഈക്വൽ ടു വി എസ് പ്ലസ് എ വൺ ഇൻറ്റു ഇ റേസ് ടു എസ് വൺ ടി പ്ലസ് എ ടു ഇൻറ്റു ഇ റേസ് ടു എസ് ടു ടി. ഇതിൽ വി എസ് എന്താണ്, എ വൺ എന്താണ്, എസ് വൺ എന്താണ് എന്നുള്ളതാണ് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. സോ നമ്മുടെ വി സി ഓഫ് ടി ആ ഇക്വേഷൻ തന്നെ എഴുതിയെടുത്തു. ഇതിൽ വി എസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സപ്ലൈ വോൾട്ടേജിൻ്റെ എത്രയാണ് നമ്മുടെ സോഴ്സ് വോൾട്ടേജ്, ആ സോഴ്സ് വോൾട്ടേജിൻ്റെ വാല്യൂ ആണ്. സോ വി എസ് ഈസ് ഈക്വൽ ടു 20 വോൾട്ട് ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് എ വൺ ആൻഡ് എ ടു. വി എസ് കണ്ടുപിടിച്ചു. വി എസ് നമുക്കറിയാം എ വൺ ആൻഡ് എ ടു ആർ കോൺസ്റ്റൻറ്റ് വിച്ച് ഈസ് ടു ബി വാല്യുവേറ്റഡ്. എ വണ്ണും എ ടും നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദെൻ നമുക്ക് എന്താണ് എസ് വൺ എസ് ടു എന്താണ്? റൂട്ട്സ് ആണ്. റൂട്ട്സ് നമുക്കറിയാം. റൂട്ട്സിൻ്റെ ഫോർമുല നമുക്ക് എന്താണ്? എസ് വൺ ആൻഡ് എസ് ടു എന്താണ്? മൈനസ് ആൽഫ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ആൽഫ സ്ക്വയർ മൈനസ് ഒമേഗ എൻ സ്ക്വയർ. ആൽഫയും ഒമേഗ എന്നും നമുക്കറിയാം. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂട്ട്സിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടും എസ് വൺ ആൻഡ് എസ് ടു. ഓക്കെ, റിയൽ വാല്യൂസ് ആണ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഓവർ ഡാംഡ് സിസ്റ്റത്തിന് റിയലും ഡിസ്റ്റിങ്ക്റ്റും ആയിരിക്കും. സോ എസ് വണ്ണിൻ്റെയും വാല്യൂ കിട്ടി, എസ് ടുവിൻ്റെയും വാല്യൂ കിട്ടി. സോ നമ്മുടെ വി സി ഓഫ് ടി എന്ന് പറയുന്ന ഇക്വേഷനിൽ വി എസ് എന്താണെന്ന് അറിയാം, സോഴ്സ് വോൾട്ടേജ് ആണ്. എസ് വണ്ണും എസ് ടും നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ വണ്ണും എ ടു ആണ്. എ വണ്ണും എ ടും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇനീഷ്യൽ കണ്ടീഷനാണ്. ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വി സി ഓഫ് ടി വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററാണ് ആദ്യം കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ കപ്പാസിറ്ററിൻ്റെ ഇനീഷ്യൽ വോൾട്ടേജും ഇനീഷ്യലി കപ്പാസിറ്ററിൽ എത്ര വോൾട്ടേജ് ഉണ്ടായിരുന്നു അതറിയണം. ഓക്കെ, സോ മിക്ക പ്രോബ്ലത്തിലും ഇനീഷ്യൽ വോൾട്ടേജ് ഒന്നും ഉണ്ടാവില്ല, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇനീഷ്യലി എത്രയാണ് ഇനീഷ്യൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഈ സ്വിച്ച് ക്ലോസ്ഡ് ആണ്, ഓപ്പൺ ആണ്. ഓപ്പൺ ആണെങ്കിൽ ഇങ്ങോട്ട് കണക്ഷൻ ഒന്നുമില്ല, ദാറ്റ് മീൻസ് ഇതേ കൂടെ കറണ്ട് ഒന്നുമില്ല. സോ നമ്മുടെ ഇനീഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇവിടെ ഓപ്പൺ ആയിട്ട് വരയ്ക്കേണ്ടി വരും. ഇൻഡക്ടർ ഷോർട്ട് ആക്കുമ്പോൾ ഇവിടെ ഓപ്പൺ ആക്കി വയ്ക്കും. സോ കപ്പാസിറ്ററിനെ ക്രോസ് വോൾട്ടേജ് 0 തന്നെയാണ്. ഓക്കെ, സോ ആ ഇനീഷ്യൽ വോൾട്ടേജും അറിയണം, ഇനീഷ്യൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജും അറിയണം. ഈ ഇനീഷ്യൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററിന് അക്രോസുള്ള ഇനീഷ്യൽ വോൾട്ടേജിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം കപ്പാസിറ്റർ എന്ത് ചെയ്യില്ല? വോൾട്ടേജിലുള്ള ചേഞ്ചിനെ പെട്ടെന്ന് നടക്കാൻ സമ്മതിക്കില്ല. സോ ഇനീഷ്യൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഈസ് 0 ആൻഡ് ഇൻ ദിസ് സർക്യൂട്ട് ദ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഈസ് 0. ഓക്കെ, സോ ഈ രണ്ട് കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യും. എ വണ്ണും എ ടും ഇവാലുവേറ്റ് ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫോർ ഇവാലുവേറ്റിംഗ് കോൺസ്റ്റൻറ്റ് വി നീഡ് ഇനീഷ്യൽ മതി കേട്ടോ. ഇനീഷ്യൽ വോൾട്ടേജ്, ആക്ച്വലി ഇനീഷ്യൽ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ആൻഡ് ദ ഇനീഷ്യൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ്. ഇനീഷ്യൽ വോൾട്ടേജ് നമ്മുടെ സർക്യൂട്ട് അനുസരിച്ച് അത് മാറാം. ഇനീഷ്യൽ വോൾട്ടേജ് ഈ കേസിൽ എന്താണ്? 0 ആണ്. ഇനീഷ്യൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ്, കപ്പാസിറ്റർ അക്രോസ് ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ രണ്ട് കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യും. ഓക്കെ, ഇനീഷ്യൽ വോൾട്ടേജ് നമുക്കറിയാം എത്രയാണ്? 0 ആണെന്ന് അറിയാം. ഇനീഷ്യൽ റേറ്റ് ഓഫ് ചേഞ്ചും എത്രയാണ്? 0 ആണ്. ഇനീഷ്യൽ റേറ്റ് ഓഫ് ചേഞ്ച് എപ്പോഴും 0 ആയിരിക്കും. ഇനീഷ്യൽ വോൾട്ടേജ് ഈ സർക്യൂട്ടിൽ എന്താണ്? അത് 0 ആണ്. ചില സർക്യൂട്ടുകളിൽ ചിലപ്പോൾ എന്താവാം? ഇനീഷ്യൽ വോൾട്ടേജ് ഉണ്ടാവാം. ഉണ്ടെങ്കിൽ അതെടുക്കണം. ഇതേപോലെ തന്നെയാണ് ഇൻഡക്ടറിൻ്റെ കേസ്. RLC സീരീസിൽ നമ്മളെപ്പോഴും ഈ പ്രൊസീജിയറാണ്. വോൾട്ടേജാണ്, വി സി ഓഫ് ടി ആണ് ആദ്യം കണ്ടുപിടിക്കുക. RLC പാരലാണെന്ന് വെച്ചാൽ നമ്മൾ കറണ്ട് ആയിരിക്കും കണ്ടുപിടിക്കുക. IL ഓഫ് ടി ആണ് കണ്ടുപിടിക്കുക. അവിടെയും ഇതേപോലെ തന്നെയാണ്. ഇനീഷ്യലി ഇൻഡക്ടറിൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കും. ഇനീഷ്യൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ ഈസ് 0. ഇൻഡക്ടർ എന്ത് ചെയ്യില്ല? കറണ്ടിനെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ സമ്മതിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെയാണ് വരിക. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ രണ്ട് കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്താ? ഇനീഷ്യൽ വോൾട്ടേജ് വി സി ഓഫ് ടി ഈസ് ഈക്വൽ ടു വി സി ഓഫ് ടി ഈസ് ഈക്വൽ ടു 0. അതായത് ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വോൾട്ടേജ് എന്താണ്? 0 ആണ്. ദാറ്റ് മീൻസ് വി എസ് കോൺസ്റ്റൻ്റ് ആണ്. ഇ റേസ് ടു 0 വരും. ഇ റേസ് ടു 0 വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇ റേസ് ടു 0 വന്നു കഴിഞ്ഞാൽ എന്താ? 1 ആണ്. സോ എ വൺ പ്ലസ് എ ടു. ഇവിടെയും ഇ റേസ് ടു 0 വരും, 1 വരും. സോ എ വൺ പ്ലസ് എ ടു ഇസിക്കൽ ടു മൈനസ് വി എസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും. അതേപോലെ ഇനീഷ്യൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ്, ഇതിനൊന്ന് ഡെറിവേറ്റീവ് കാണാം. എന്നിട്ട് അതിൽ ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. സോ നമ്മുടെ ഫസ്റ്റത്തെ കണ്ടീഷൻ വി സിയിൽ ടി ഈസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ആ ഇക്വേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞത് വി എസ് എത്രയാണ്? 20 ആണ്. അപ്പോൾ എ വൺ പ്ലസ് എ ടു ഈസ് ഈക്വൽ ടു മൈനസ് 20 എന്ന് പറയും. ഒരു ഇക്വേഷൻ കിട്ടും.
പിന്നെ സെക്കൻഡ് കണ്ടീഷൻ, അതായത് ഈ വി സി ഓഫ് ടി ഇത് അപ്ലൈ ചെയ്യുക. ഏത് ഇക്വേഷനിൽ? നമ്മുടെ ഇക്വേഷനിൽ തന്നെ ഇത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യം ഡെറിവേറ്റീവ് കാണും. ഡെറിവേറ്റീവ് ഇതിന് ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ വി എസിൻ്റെ ഡെറിവേറ്റീവ്, വി എസ് ഇസ് കോൺസ്റ്റൻറ്റ്, ഡെറിവേറ്റീവ് 0 ആണ്. പ്ലസ് A1 കോൺസ്റ്റൻറ്റ്, ഇ റേസ് ടു എസ് വൺ ടിയുടെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എസ് വൺ ടി ഇൻറ്റു S1 പ്ലസ് A2 ഇൻറ്റു ഇ റേസ് ടു S2 ടി ഇൻറ്റു S2 എന്നും വരും. ഓക്കെ, അതിൽ അപ്പോൾ ടിക്ക് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 തന്നെയാണ്, ഇനീഷ്യൽ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. എന്നിട്ട് ഇതിൽ ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? A1 ഇൻറ്റു S1 പ്ലസ് A2 ഇൻറ്റു S2 ഈക്വൽ ടു 0. ഓക്കെ, ഇനീഷ്യൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് ഈസ് 0 ആണ്. ഓക്കെ, ഇതിൽ A1ൻ്റെ വാല്യൂ, S1ൻ്റെ വാല്യൂ എത്രയാണ്? -5 ആണ്. S2ൻ്റെ വാല്യൂ എത്രയാണ്? -3.99 ആണ്. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഇക്വേഷൻ, ആ -5.0 എന്ന് പറയുന്നത് -5 ആയിട്ട് തന്നെ എടുത്തു. 3 അല്ലാട്ടോ വരിക, 3.99 ആണ് വരേണ്ടത്. ആ വാല്യൂസ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ ഇത്, ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ, ദെൻ ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, അത് ആ വാല്യൂ തന്നെയാണ് കേട്ടോ, ഇവിടെ 3.99 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ 2 ഇക്വേഷനും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A1 കിട്ടുമാണ് നമ്മുടെ വേരിയബിൾസ്. ഓക്കെ, 2 ഇക്വേഷൻസ് ഉണ്ട്, അതിൽ 2 വേരിയബിൾസ് A1 കിട്ടും. ഈ 2 ഇക്വേഷൻസും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? A1 കിട്ടും, അതേപോലെ A2 കിട്ടും. ഓക്കെ, സോ സോൾവിങ് ദീസ് ഇക്വേഷൻ വി വിൽ ഗെറ്റ് A1 ആൻഡ് A2. A1 A2 ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായി? വി സി ഓഫ് ടി കിട്ടി. വി എസ് നമുക്കറിയാം, A1 A2 ഇങ്ങനെ കണ്ടുപിടിച്ചു. S1ൻ്റെ S2ൻ്റെ വാല്യൂ ഇതാണെന്നും നമുക്കറിയാം. ഓക്കെ, സോ വി സി ഓഫ് ടി കിട്ടി. വി സി ഓഫ് ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ തന്നെയാണ് നമ്മുടെ എന്ത്? ഐ ഓഫ് ടി എങ്ങനെ കണ്ടുപിടിക്കാം? കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ ഈ സി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വി സി ഓഫ് ടി. വി സി ഓഫ് ടി കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ഐ ഓഫ് ടി ആയി. സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദസ് വി സി ഓഫ് ടി ക്യാൻ ബി ഫൗണ്ട് ഔട്ട്. Then IC of t can be obtained by using the equation C into d by dt of Vc of t. Okay, so ഈ പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.